ഹായ് ഹലോ. ഇന്ന് സിമ്പിളായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പഴുത്ത വലിപ്പമുള്ള നാരങ്ങയാണ് നോക്കിയെടുത്തിരിക്കുന്നത്. ആ ഷോപ്പിലേക്ക് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴുത്ത നാരങ്ങയായിരുന്നു. നല്ല മഞ്ഞ കളറിലുള്ള അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ കയ്പ്പ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഡയറക്റ്റ് വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നതിൽ നിന്നും നല്ലത് നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങുന്നതായിരിക്കും. അതായത് വെള്ളം കുറച്ച് വെച്ചിട്ട് അതിലൊരു ഇഡ്ഡലി പാത്രത്തിലോ അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പുഴുങ്ങി പോകരുത്. അതായത് ഒരുപാടായി കഴിയുമ്പോൾ അതിങ്ങനെ പുഴുങ്ങിയിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടി വരും. ഞാൻ അത്ര അങ്ങോട്ട് ആക്കിയിട്ടില്ല. വെള്ളം തിളച്ച് കുറച്ച് നേരം ആ വെള്ളത്തിൻ്റെ ചൂടിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ നല്ലതാണ്. എന്നിട്ട് അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് ഒരു ദിവസം ഫുള്ള് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും. ഒരു ദിവസം ഫുള്ളെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഏത് സമയത്താണോ ഇതിങ്ങനെ പുഴുങ്ങി ഉപ്പിട്ട് വെക്കുന്നത്, നെക്സ്റ്റ് ഡേ ആ സമയം ആകുമ്പോഴത്തേക്കാണ് ഞാൻ അച്ചാറിടാൻ തുടങ്ങുക. ഒരു പാൻ വെച്ച് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ച് പിന്നെ ഇത് കടുകും ഉലുവയും കൂടി വറുത്തിട്ട് പൊടിച്ചതാണ്. അത് ഏറ്റവും നല്ലതാണ്. അത് പൊടിച്ചു വെച്ചു. പിന്നെ ആ ചൂടായ ഒലിവ് ഓയിലിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചോപ്പ് ചെയ്ത് ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഈ ബ്രൗൺ കളറാവണം. അപ്പോഴത്തേക്കിന് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകും ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. പൊടിക്കാന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിയണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു 2-3 സെക്കൻഡ്, അതല്ലെങ്കിൽ മാക്സിമം 5 സെക്കൻഡ് അത് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ആ വിനീഗർ ഒഴിച്ചതിന് ഉടനെ തന്നെ നമുക്ക് ഈ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ അതിലേക്ക് ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ആക്കി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടുക. എനിക്ക് കുറച്ചും കൂടി ചാറ് വേണം എന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കും. പിന്നെ മെയിൻ സാധനമാണ് നമ്മുടെ കായപ്പൊടി. കായമോ കായപ്പൊടിയോ ചേർക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം, തിളപ്പിച്ച വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചാറ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം അനുസരിച്ചിട്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കുറച്ചും കൂടി കൂട്ടണം. മുളക് പൊടി മാത്രമല്ല, നമ്മൾ ഇട്ടതിൻ്റെയൊക്കെ അളവ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഉപയോഗിക്കണം. പിന്നെ എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ടു. ആവശ്യം അനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാം. പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാരങ്ങ അച്ചാർ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു 7 ദിവസം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാൽ ഇതിലും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. താങ്ക് യു.